മഹാത്മാ അയ്യൻകാളിയുടെ 85ാമത് സ്മൃതി ദിനത്തിൽ കേരള പുലയർ മഹാസഭ KPMSന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ഫണ്ട് പുനഃസ്ഥാപിക്കുക. LDF സർക്കാർ വെട്ടിക്കുറച്ച പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള 500 കോടി രൂപയുടെ ഫണ്ട് പുനഃസ്ഥാപിക്കുക. LDF സർക്കാർ നിർത്തലാക്കിയ മണ്ണന്തലിലെ IAS കോച്ചിംഗ് സെന്റർ പുനഃസ്ഥാപിക്കുക. LDF ഭരണകാലത്ത് നടന്ന ദലിത് വിരുദ്ധ ആക്രമങ്ങൾ, കൊലപാതകം, മർദ്ദനം എന്നിവയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ ഉപവാസ സമരം മുതിർന്ന KPMS നേതാവ് ചെറുവയ്ക്കൽ അർജുനൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ 2010 ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യകരമായ കേരളത്തിലെ മഹാപ്രസ്ഥാനമായ സംസ്ഥാന പ്രസിഡന്റ് അശോകൻ AK നഗർ, ജനറൽ സെക്രട്ടറി N സതീന്ദ്രൻ, നേതാക്കളായ ശശി മാറനല്ലൂർ, ശശി പഞ്ചവടി, മധു K ചേരമൻ, ജയരാജ് മുടാടി, ശ്രുതി K, മാധുരി SS, അംബിക K തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ ശക്തി കൊണ്ട് കേരളത്തിലെ 1-ാം നമ്പർ സംഘടന മാറുന്നു വരുന്നത് കേരളത്തിലെ ഇടത് വലത് പാർട്ടികൾക്ക് ഒട്ടും നയിക്കാത്തതുകൊണ്ട് ആ സംഘടനയെ എങ്ങനെ ഛിന്ന ഭിന്നമാക്കാമെന്ന് വളരെ ആസൂത്രിതമായ പ്രവർത്തനം നടത്തുന്ന ഫലമാണ് ആ സംഘടന 2009 ഏപ്രിൽ മാസം 14-ാം തീയതി